കൊണ്ട് ഖുർആൻ പറയാ, ഈ ബുദ്ധിയെ കോംപ്രമൈസ് ചെയ്യുന്ന എനി സബ്സ്റ്റൻസ്, എന്ത് സാധനമാണെങ്കിലും അതിനോട് ഇസ്ലാമിനുള്ളത് യുദ്ധമാണ്. ശുദ്ധ ഇസ്ലാം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മനുഷ്യന്റെ ബുദ്ധിയെ തകരാറിലാക്കുന്ന സംവിധാനങ്ങളോട്. അത് മനുഷ്യനെ മനുഷ്യനല്ലാതെയാക്കി മാറ്റും. പിന്നെ ആരോടാണ് സംസാരിക്കേണ്ടത്? സംസാരിച്ചാൽ ഇവർക്ക് തിരിയുമോ? അതുകൊണ്ട് അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മനുഷ്യന്റെ ബുദ്ധി. അതിന് തകരാറ് വരുന്നതൊന്നും നിങ്ങൾ തൊടല്ലേ. ആരിന്റെ ആഹ്വാനമാണ്. മനുഷ്യന്റെ ശരീരം എല്ലായ്പ്പോഴും പ്യൂറല്ല, ശുദ്ധമല്ല, കൺടാമിനേറ്റഡ് ആവാൻ ഇടയുണ്ട്. പലതും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഖദ് അഫ്ലഹ മൻ സക്കാഹ, മനുഷ്യന് തസ്കിയത്ത് വേണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, ആ ശരീരത്തിന്റെ വിശുദ്ധിയെ ആര് ചവിട്ടിത്തേച്ച് ഇല്ലാതാക്കുന്നുവോ, മലിനപ്പെടുത്തുന്നുവോ, അവർ പരാജയപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഡ്രഗ് അതിന്റെ മഹാമാരിയെ കുറിച്ച് നമ്മളൊക്കെ അറിയുന്നു. വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ മുതൽ, റോഡ് ആക്സിഡന്റുകൾ മുതൽ, വിവാഹമോചനങ്ങൾ മുതൽ, സാമ്പത്തിക തകർച്ചകൾ, അടിപിടികൾ, കലാപങ്ങൾ, നിയമപാലകർക്കും രാജ്യത്തിനും തലവേദനയാകുന്ന വിധമുള്ള സോഷ്യൽ അനാർക്കി, ഇതൊക്കെ നമ്മൾ അറിയുമ്പോഴും ആർക്ക് ഇവരെ നിയന്ത്രിക്കാൻ കഴിയും എന്നതൊരു ചോദ്യമാണ്. ആരാ നിയന്ത്രിക്കേണ്ടത്? ഡോക്ടർമാർ പറഞ്ഞ് പേടിപ്പിച്ചാൽ മതിയോ? നിയമപാലകന്മാർ നിയമം നടപ്പാക്കിയാൽ മാത്രം മതിയോ? മതപണ്ഡിതന്മാർ, വിശുദ്ധ ഇസ്ലാമിന്റെ ലേബലിൽ നിലകൊള്ളുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്താണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതിന് എന്താണ് ഇസ്ലാം, ആരാണ് പടച്ചവൻ എന്ന ഒരു ചിന്തയിലേക്ക് മനുഷ്യൻ കടന്നു വരണം. അൽ കാഫിറു ലാ അഖല ലഹു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. അൽ കാഫിറു ലാ അഖല ലഹു, എന്താ അതിനർത്ഥം? പടച്ചവനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് കുഫർ എന്ന് പറഞ്ഞാൽ അതാണ് the denial of the creator. പടച്ചവനുണ്ട് എന്നതിനെ നിഷേധിക്കുക. പടച്ചവനില്ല, ഈ പ്രപഞ്ചം ഇങ്ങനെ വെറുതെ ഉണ്ടായതാണെന്നോ, സ്വയംഭൂവാണെന്നോ, കാരണമില്ലാതെ ഉണ്ടാകുമെന്നോ, ഇത് അനന്തമായിരുന്നുവെന്നോ, ഇത് പണ്ടെന്നോ ഒരു അനന്തതയിലേക്ക് നീളുന്നതാണ്, അനന്തതയിൽ നിന്ന് വരുന്നതാണ് എന്നൊക്കെ വിശ്വസിക്കുന്നത് വിധങ്ങൾ പറയാൻ അൽ കാഫിറു, ഈ പ്രപഞ്ചത്തിൽ ഒരു സത്താവില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ തന്റെ പേരിന്റെ മുമ്പിൽ ഡോക്ടർ എന്ന് വെച്ചിട്ടും കാര്യമില്ല, PhD ആയെങ്കിലും, സാധാ ഡോക്ടർ ആണെങ്കിലും, എഞ്ചിനീയർ ആണെങ്കിലും, എന്താണെങ്കിലും ലാ അഖല ലഹു, he doesn't have cognitive ability. ഈ മനുഷ്യന് ചിന്തിക്കാനുള്ള ശേഷിയില്ലെന്നാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു വസ്തു ഉണ്ടാക്കിയ ഒരാളുണ്ട് എന്ന ആദ്യത്തെ വിവരം തന്നെ ഒരു മനുഷ്യനില്ലെങ്കിൽ അയാളോട് പിന്നെ നിങ്ങൾ എന്ത് പറയാനാ? അതുകൊണ്ട് മനുഷ്യൻ ആദ്യം കടന്നു വരേണ്ടത് തൗഹീദിന്റെ മുറ്റത്തേക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രപഞ്ചത്തിന് ഒരേ ഒരു സൃഷ്ടാവാണ് ഉള്ളത് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വളരെ മനോഹരമായ, ഏത് ബുദ്ധിയുള്ള ചെറിയവനും വലിയവനും അറിയുന്ന ഈ ഒരു ആശയം ഉൾക്കൊണ്ട് ആ ഒരു രക്ഷിതാവ് നിർണയിച്ച വരകളിലൂടെയാണ് ഞാൻ ജീവിക്കേണ്ടത്. ആ പടച്ചതമ്പുരാൻ ജീവിതത്തിന്റെ വ്യവസ്ഥകൾ ഇവിടെ വെച്ചിട്ടുണ്ട്, ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കാത്ത ആളുകളോട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. അത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ്. നമ്മൾ സംവദിക്കാൻ പോകുന്നത് ജീവിതത്തിന്റെ ലക്ഷ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു വിഭാഗം ജനങ്ങളോടാണ്, ചെറുപ്പക്കാരോടാണ്, വിദ്യാർത്ഥിനികളോടാണ്. ജീവിതം കളിക്കാനുള്ളതല്ല ഇത്. ആകാശ ലോകങ്ങളെ പടച്ചതമ്പുരാൻ പടച്ചത് ലാഇബീൻ, കളിക്കാൻ വേണ്ടി പടച്ചതല്ല. എത്ര ഗൗരവമുള്ള പ്രയോഗമാണ് തന്നെ. മനുഷ്യന്റെ ബോഡി ഇതാർക്കും സബ്മിറ്റ് ചെയ്യാനുള്ളതല്ല എന്നൊരാൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അവരാർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല.
എനിക്കൊരു സൃഷ്ടാവുണ്ട്. എന്റെ ജനനം, ഡേറ്റ് ഓഫ് ബർത്ത്, ഞാൻ ജനിച്ച ദിവസം ഞാൻ നിർണയിച്ചതല്ല. അതുകൊണ്ട് ഞാൻ മരിക്കുന്ന ദിവസവും ഞാൻ നിർണയിക്കുന്നതല്ല. അത് നിയന്ത്രിക്കുന്നത് മറ്റൊരാളാണ്. ഇത് തിരിച്ചറിയുക എന്ന അടിസ്ഥാനപരമായ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് എക്സസൈസ് ചെയ്താൽ കിട്ടുന്ന ഒരു സംഗതി ബോധിച്ചവരോടെ നമുക്ക് സംസാരിക്കേണ്ടതുള്ളൂ. അല്ലാത്തവർ നിയമത്തെ മാത്രമേ പേടിക്കുള്ളൂ. എന്തെങ്കിലും ഫിസിക്കൽ കോൺസിക്വൻസ് എന്തെങ്കിലും ഉണ്ടോ, അതിനെ പേടിച്ചേക്കാം. പ്രോസിക്യൂഷനെ പേടിച്ചിരിക്കാം, പ്രോസിക്യൂഷനെ പേടിക്കാം, ജയിലിനെ ഭയപ്പെടാം. പക്ഷേ വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത് ഹൃദയങ്ങളോടാണ്. ഖുർആൻ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള, ലഹരി നിരോധിച്ചുകൊണ്ടുള്ള ഏറ്റവും അവസാനത്തെ പ്രഖ്യാപനം. കള്ള് നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആയത്തിന്റെ തുടക്കം നോക്കണം. സൂറത്തുൽ മാഇദയിലാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا ഇവിടെ യാ അയ്യുഹന്നാസ് എന്ന് പ്രയോഗിക്കാമായിരുന്നു. അല്ലാഹുവിന്റെ പ്രയോഗം മുഅ്മിനീങ്ങളോടാണ്. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുമായിരുന്നു, ഇദാ സമിഅ്തുമുല്ലാഹ യഖൂലു യാ അയ്യുഹല്ലദീന ആമനൂ ഫഅറു അസ്മാഅകും ഫഇന്നഹു ഇമ്മാ ഖൈറുൻ യദ്ഊകും ഇലൈഹി ഔ ശർറുൻ യൻഹാകും അൻഹു. സത്യവിശ്വാസികളെ, എന്നെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ചെവിയും ശ്രദ്ധയും മുഴുവൻ കൊടുക്കണേ. നിങ്ങൾക്കൊരു നന്മയും, നിങ്ങളോട് ഒരു നന്മ ഉപദേശിക്കുവാനും ഒരു ഗൗരവമേറിയ തകർച്ചയെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുമാണ് അല്ലാഹു ആ വിളിക്കുന്നത്. അത് നിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ചെവി തുറന്ന് കേൾക്കണേ. അതുകൊണ്ടാണ് വിശ്വാസമില്ലാത്തൊരു സമൂഹത്തോട് ആർക്കും സംവദിക്കാൻ കഴിയില്ല. യുക്തിവാദികൾ വന്ന് ചോദ്യം ചോദിക്കാൻ തുടങ്ങി, എന്ത് ചെയ്യും? അൽ കാഫിറു ലാ അഖ്ല ലഹ്. പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്നറിയാത്തൊരു മനുഷ്യൻ, അവന് ബുദ്ധിയില്ല എന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞ വാക്കിന്റെ ഗൗരവം നമ്മൾ അറിയണം. പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന ബദീഹിയായ ഇൽമ്, അതിന് കുറെ ഫിലോസഫിക്കൽ ഡിബേറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധിയുടെ നിലവാരം എത്രയാണ്? അത്തരം ആളുകളോട് നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്ത് ബോധ്യപ്പെടുത്താനാണ്? ആദ്യത്തെ അടിസ്ഥാനപരമായ ബോധ്യം, എവ്രി ക്രീച്ചർ ഷുഡ് ഹാവ് എ ക്രിയേറ്റർ. അതിനൊരു ഡൗട്ടും വരാൻ പാടില്ല. അതുകൊണ്ട് ഖുർആൻ മദ്യനിരോധനം എന്ന് പറയുമ്പോൾ, ലഹരി നിരോധനം എന്ന് പറയുമ്പോൾ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ അൻസാബ് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനയിൽ ഞാൻ 3 പ്രഗൽഭരായ സ്വഹാബിമാരുടെ കൂടെ മദ്യം നിരോധിക്കപ്പെട്ടിട്ടില്ലാതിരുന്ന കാലത്ത് പ്രഗൽഭരായ 3 പേർ അവരിലുണ്ട്. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്, അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് തങ്ങള്, പിന്നെയുണ്ട് മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഈ മഹത്തുക്കളുടെ കൂടെ അവർക്ക് ഞാൻ മദ്യം സേവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാള് വന്ന് പറഞ്ഞു, നസല ഖൗലുല്ലാഹ്, വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഇറങ്ങിയിരിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന് തുടങ്ങുന്ന ആയത്ത് ഹബീബ് തങ്ങൾക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുകയേ വേണ്ടൂ, പറഞ്ഞതേ ഓർമ്മയുള്ളൂ. എന്നോട് പറഞ്ഞു ത്വൽഹ തങ്ങളെ,
ഒഴിച്ചുകളയോ അനസേ, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടം വെച്ചുകൊണ്ട് ഇനി ഇത് വേണ്ട, ആരാണിത് പറഞ്ഞത് എന്ന് പോലും നോക്കാതെ, ഒരു സഹാബിയാണെന്നറിയാം, പ്രവാചകരുടെ അനുയായിയാണെന്ന് ഒരറിവ് മാത്രം മതി. ഒരാള് എന്ന് പറഞ്ഞു, ഈ ആയത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേക്കും നീ കേട്ടോ കേട്ടോ, എന്താ തെളിവ്? ഈ ചോദ്യങ്ങളൊന്നുമില്ല ഇവിടെ. അള്ളാഹുവിന്റെ വചനങ്ങളെ കുറിച്ച് ഖുർആനിനെ വെച്ചുകൊണ്ട് ആരോട് തമാശ കളിക്കൂല. അതുകൊണ്ട് ആര് പറഞ്ഞെങ്കിലും ഇങ്ങനെ ഒരു വിഷയം അരുളി ചെയ്തു എന്ന് പറയുകയേ വേണ്ടു. അവിടെ നിർത്തിയതാണ്. നമ്മൾ വിചാരിക്കുക അഡിക്ഷൻ നിർത്താൻ പറ്റൂല. അഡിക്ഷൻ മനുഷ്യന് നിർത്താൻ കഴിയുമെന്ന് ബോധിപ്പിക്കുന്നതാണ് ഈ ആയത്തിറങ്ങിയ സംഭവം. ആ സെക്കൻഡ് കൊണ്ട് നിർത്തി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടല്ല, ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ടുമല്ല. പിന്നെയോ മനുഷ്യന്റെ ഖൽബിനോട് ഖുർആൻ സംസാരിച്ചു. ഹൃദയങ്ങൾ അതിനെ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ഖൽബ് കൊണ്ട് പടച്ചവന്റെ ദർശനത്തെ ഏറ്റെടുക്കാൻ കഴിയുന്നവരോട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുണ്ട്. എന്നല്ലാതെ ഒരു പൊതുസമൂഹത്തോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞെന്താ, കള്ളു കുടിച്ചാൽ ഇമ്മീഡിയറ്റ്ലി മരിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിച്ചേക്കാം. അപ്പൊ തന്നെ മരിക്കൂല എന്നവർക്ക് അറിയും ചെയ്യാം. ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ടോ ആയിരിക്കും ഇതിന്റെ ദുരന്ത ഫലങ്ങൾ അറിയാൻ തുടങ്ങാം. എന്ത് പറഞ്ഞിട്ട് പേടിപ്പിക്കാൻ പോകുന്നത്? നമുക്ക് സത്യമായൊരു പ്രമാണമുണ്ട്. ആ പ്രമാണം വെച്ചുകൊണ്ട് സംസാരിക്കാം. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിലെ നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ വീടുകളിൽ ജനിച്ചു വളർന്ന മക്കള് അല്ലാഹു ആരാണ്, നബിതങ്ങൾ ആരാണ്, ഇസ്ലാം എന്താണ് എന്നൊരൽപ്പമെങ്കിലും മദ്രസാ വിദ്യാഭ്യാസമുള്ള മക്കളോട് നമുക്ക് ഹൃദയത്തോട് സംസാരിച്ചാൽ അവരെ മാറ്റിയെടുക്കാൻ കഴിയും. ഒരു ദിവസം എടുത്തില്ല സഹാബിമാർക്ക് മാറ്റാൻ. ആലോചിക്കണം. ഇശാനിസ്കരിക്കുമ്പോ, ഇശാനിസ്കാരം കഴിഞ്ഞാൽ മദ്യപിച്ച് സുബഹി വരെ മദ്യലഹരിയിൽ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം, മദീന കാലഘട്ടത്തിന്റെ ആദ്യ കാലഘട്ടം അങ്ങനെയാണ്. ഇസ്ലാം മദ്യം നിരോധിച്ചിട്ടില്ലാത്ത കാലം. സിദ്ദീഖ് തങ്ങളോടൊരു ചോദ്യം ചോദിച്ചു. സിദ്ദീഖ് തങ്ങളെ, ഹൽ ശരിബൽ ഖംറ ഫിൽ ജാഹിലിയ്യ, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കള്ള കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മദ്യപിച്ചിട്ടുണ്ടോ? പറഞ്ഞു, ലാ, ഞാനത് തൊട്ടിട്ടില്ല. പുണ്യനിബിതങ്ങളും ലഹരിയുടെ മദ്യത്തിന്റെ ഒരു തുള്ളി പോലും ജാഹിലിയ്യ കാലത്ത് പോലും പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ മുമ്പ് പോലും സിദ്ദീഖെന്നവരോ നിബിതങ്ങളോ തൊട്ടിട്ടില്ലെന്നാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് കൊടുത്തൊരു മനോഹരമായ മറുപടിയുണ്ട്. എന്റെ ബുദ്ധിയെ തകർത്ത് കളയുന്ന ഒരു സാധനം ഞാൻ സേവിക്കണമെന്നാണോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. അസ്ലംത അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ. പുണ്യനബി തങ്ങൾ പറയാറുണ്ട്, ഇസ്ലാം സ്വീകരിക്കാൻ ഒരു മനുഷ്യന് തൗഫീഖ് ഉണ്ടാകുന്നത് ആ മനുഷ്യന്റെ മുൻ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയുടെ ഫലമായിട്ടായിരിക്കും. അസ്ലംത അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ. അതുകൊണ്ട് ഈ നന്മയെ ലോകത്ത് പ്രചരിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിലെ പണ്ഡിതന്മാർ, SKSSFന്റെ പ്രവർത്തകർ, സുന്നി മഹല്ല് ഫെഡറേഷന്റെ പ്രവർത്തകർ, ജമിയത്തുൽ മുഅല്ലിമീൻ, എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നന്മയ്ക്ക് വേണ്ടി കൊടി പിടിച്ചാൽ ആ കൊടിക്ക് താഴെ ഒരുമിച്ച് കൂടാൻ ആളുകളുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്നതാണ് സമസ്തയിലെ ജമിയത്തുൽ ഉലമയുടെ ഈ വരാനിരിക്കുന്ന 100ാം വാർഷികം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അതൊരു നന്മയെ ഉയർത്തിക്കാണിക്കലാണ്. അതിലൂടെ സമൂഹത്തിൽ പുനരുദ്ധാരണം വരണം. സമൂഹത്തിന്റെ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഉണരാൻ അവസരമുണ്ടാകണം. അതൊരു സമ്മേളനത്തിന്റെ ദിവസത്തേക്ക് മാത്രമല്ല, ഇപ്പൊ തുടങ്ങണം നമ്മുടെ പരിശ്രമങ്ങൾ. നമ്മുടെ മഹല്ലുകൾ ജാഗരൂകമാകണം. ഈ ഒരു മഹാ ഒത്തുകൂടൽ കുറെ ആളുകളുടെ ഒരു ഒത്തുചേരൽ മാത്രമല്ല, ഒരു സംസ്കാരത്തിന്റെ ഉയർത്തിക്കാണിക്കലാണ്. അതാണ് 100ാം വാർഷികം വിളിച്ചോതുന്നത്. ഒരു സംസ്കാരത്തെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇവിടെ മ്യൂസിക്കും ക്യാബറയും നൈറ്റ് ക്ലബുകളും
റാപ്പ് മ്യൂസിക്കുകളും ഇതിനൊക്കെ കൊടിപിടിക്കാൻ ആളുകളുണ്ട്. ഗ്രൗണ്ടുകൾ, ഗാലറികൾ നിറഞ്ഞ് കവിയാൻ മാത്രം അവർക്കും ഓഡിയൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും നന്മക്ക് ഓഡിയൻസ് ഇല്ലേ എന്ന്. നന്മയ്ക്ക് വേണ്ടി കൊടിപിടിക്കാൻ ആരുണ്ട്? നിങ്ങൾ കൊടിപിടിച്ചു നോക്കൂ. അതിന്റെ കീഴിലും അണിനിരക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ അതിന്റെ കൂടെയുമുണ്ട്. അല്ലാഹു നമ്മുടെ പരിശ്രമങ്ങളെ വിജയിപ്പിച്ചു തരട്ടെ. അല്ലാഹു നമ്മുടെ പരിശ്രമങ്ങളെ വിജയിപ്പിച്ചു തരട്ടെ. അല്ലാഹു നമുക്ക് ദീനിന് ഖിദ്മത്ത് ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ, മക്കാ കാലഘട്ടത്തിലെ 13 വർഷക്കാലം പുണ്യനബി ഞങ്ങൾ 40ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ച് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് വരെയുള്ള 13 വർഷക്കാലം നിസ്കാരം നിർബന്ധമാവാതെ, നോമ്പ് നിർബന്ധമാവാതെ, സകാത്തും ഹജ്ജും നിർബന്ധമാവാതെ, ലഹരി പോലെയുള്ള സാധനങ്ങൾ പോലും നിരോധിക്കപ്പെടാതെ 13 വർഷം മക്ക കാലഘട്ടം എന്തായിരുന്നു? എന്താണ് ഖുർആനിലെ അസ്സൂറുൽ മക്കിയ്യ, മക്കയിൽ ഇറങ്ങിയ സൂറകൾ ചർച്ച ചെയ്ത വിഷയം എന്താണ്? അല്ലാഹു ജല്ല ജലാലുവിനെ കുറിച്ചാണ്, ഹബീബിന്റെ റിസാലത്തിനെ കുറിച്ചാണ്, മരിച്ചു ചെന്നാൽ മനുഷ്യൻ കാണാനിരിക്കുന്ന ആഖിറത്തിന്റെ ലോകത്തെ കുറിച്ചാണ്. അതുകൊണ്ട് തൗഹീദും റിസാലത്തും ആഖിറത്തും ചർച്ച ചെയ്തത് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ദീൻ, വിശുദ്ധ റസൂൽ ചർച്ച ചെയ്തത് 13 വർഷമാണ്. 13 വർഷം വേറെ ചർച്ചയില്ല. മനുഷ്യന്റെ ബുദ്ധിയോട് സംവദിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. കർഷകന്മാരോട് ചോദിച്ചു, കർഷകരെ, നിങ്ങൾ എന്നും കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ഈ ഒട്ടകം, അതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് അല്ലാഹുവിനെ കാണാൻ പറ്റുന്നില്ലേ? യാത്രക്കാരോട് ചോദിച്ചു, നിങ്ങൾ ആകാശവും ഭൂമിയുടെ മലനിരകളും കണ്ടുകൊണ്ട് ചെയ്യുന്ന യാത്രയാണ്. നിങ്ങളുടെ യാത്രയിൽ ചുറ്റും മലനിരകൾ, താഴെ ഭൂമി, മേലെ ആകാശം. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. നിങ്ങളോ ഒട്ടകപ്പുറത്ത്. വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത് വഇലസ് സമാഇ കൈഫ റുഫിഅത്. ആകാശം, ഭൂമി, പർവ്വതങ്ങൾ, താൻ യാത്ര ചെയ്യുന്ന താൻ ഇരിക്കുന്ന ഇടം, ഇതൊക്കെ നിങ്ങൾക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കി തരുന്നില്ലയോ? ആ ചർച്ചയാണ് 13 കൊല്ലം നീണ്ടു നിന്നത്. നമ്മളിങ്ങനെ അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മുടെ മക്കൾക്ക് മദ്രസയിലാണെങ്കിലും നമ്മുടെ ക്ലാസ്സുകളിലാണെങ്കിലും അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മൾ എത്രത്തോളം ഈമാൻ ഉണ്ടാകുന്ന വിധം നമുക്ക് ചിന്തിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അത് തലയിൽ കയറിയില്ലെങ്കിൽ, എത്ര മക്കൾ പറയുന്നുണ്ട് മദ്രസയിൽ 10ാം ക്ലാസ്സിൽ റാങ്കിൽ പാസ്സായ മോനായിരുന്നു, പക്ഷെ വഴിതെറ്റിപ്പോയി. എന്ത് ചെയ്യാനാ? 5ാം ക്ലാസ്സിൽ പൊതുപരീക്ഷയിൽ റാങ്ക് ഹോൾഡർ ആ കുട്ടി, ആ മോനെ എന്ത് പറയാനാ, കോളേജിലെത്തിയപ്പോ പോയി. ഇവിടെ വിഷയം നടക്കുന്നത് ഹൃദയങ്ങളോട് ആ മക്കളെ ദീനിന്റെ ഈ വളരെ പരിശുദ്ധമായ ആശയങ്ങൾ ഖൽബിലേക്ക് കൊടുക്കാൻ എവിടെയോ നമുക്ക് ചില പാളിച്ചകൾ സംഭവിച്ചു എന്നാണ്. അതുകൊണ്ട് മദീനയിലെത്തിയപ്പോൾ പുണ്യനബി ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ നിസ്കാരം നിർബന്ധമാകുന്നത് സഹാബികൾക്ക്. മദീനയിലെത്തിയപ്പോൾ 13 കൊല്ലം കഴിഞ്ഞിട്ട് നോമ്പ് നിർബന്ധമാകുന്നത്, ഹജ്ജ് നിർബന്ധമാകുന്നത്, സകാത്ത് നിർബന്ധമാകുന്നത്, അനന്തരാവകാശ നിയമങ്ങൾ വരുന്നത്, മദ്യനിരോധനം നടക്കുന്നത്, പലിശയെ നിരോധിക്കുന്നത്, ഈമാൻ കാര്യങ്ങൾ മുഴുവൻ സെറ്റ് ചെയ്തു. ഇസ്ലാം കാര്യങ്ങൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി പിന്നെ നിരോധനങ്ങളിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു, മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ടും ബോധിച്ചുകൊണ്ടും ഈ പ്രപഞ്ചത്തിൽ ഒരു രക്ഷിതാവുണ്ടെന്ന് മനസ്സിലാക്കുകയും തന്നെ പടച്ചതും ലോകത്തെ പടച്ചതും ആ രക്ഷിതാവാണെന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും അത് നാവുകൊണ്ട് അശ്ഹദു ചൊല്ലി വിളംബരം ചെയ്യുകയും ചെയ്ത ആളുകളെ നിങ്ങളോടാണ് പറയുന്നത്, ഇന്നമൽ ഖംർ, തീർച്ചയായും ലഹരി. അഭിസംബോധന ചെയ്യുന്നത് ആരോടാ? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ. ഗാംബ്ലിംഗ്, ചൂതാട്ടം, പൈസ കൊണ്ട് എറിഞ്ഞു കളിക്കുന്നത്. സമ്പത്ത് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്. അത് കളിച്ചു തീർക്കാനുള്ളതല്ല. അത് മനുഷ്യന്റെ അത്യാവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും എടുക്കാനുള്ളതാണ്. ചൂതാട്ടവും ലഹരിയും
ഖംർ എന്ന് പറഞ്ഞ മദ്യം എന്ന് മാത്രമല്ല, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഖഫ അലാ മിൻബരി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മിമ്പറിൽ കയറിക്കൊണ്ട് പറഞ്ഞു, അൽ ഖംറു മാ ഖാമറൽ അഖ്ല, അൽ ഖംറു മാ ഖാമറൽ അഖ്ൽ, അൽ ഖംറു മാ ഖാമറൽ അഖ്ൽ. ഫുഖഹാഇന് പിന്നെ പണിയെടുക്കേണ്ടി വലിയ പ്രയാസം വന്നില്ല ഖംറിനെ നിർവചിക്കാൻ. ഒരു സ്വഹാബിയാണ് നിർവചിക്കുന്നത്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ മിമ്പറിൽ കയറിക്കൊണ്ട് സ്വഹാബികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഖംറു തുസ്നഉ മിൻ ഖംസതി അഷ്യാ, 5 വസ്തുക്കളിൽ നിന്ന് ജനങ്ങൾ ഇന്ന് മദ്യം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഗോതമ്പിൽ നിന്ന്, ബാർലിയിൽ നിന്ന്, തേനിൽ നിന്ന്, സബീബിൽ നിന്ന്, ഈത്തപ്പഴത്തിൽ നിന്ന്. 5 എണ്ണം: ഈത്തപ്പഴം, ഉണക്കമുന്തിരി, ഗോതമ്പ്, ബാർലി, തേന്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഹലാലായ ഭക്ഷണങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അതിലേക്ക് മനുഷ്യന്റെ കൈകടത്തലുകൾ ചേരുന്നതോടുകൂടെ അതിനെ ലഹരിയാക്കി മാറ്റുന്നുണ്ട് മനുഷ്യർ. അതുകൊണ്ട് ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ഈ 5 എണ്ണം ഇന്ന് നമ്മൾ കാണുന്നവയാണ്. എന്നാൽ ഇതിനെ മാത്രമല്ല ഖംർ എന്ന് വിളിക്കുന്നത്. അൽ ഖംറു, ഖംർ എന്ന് പറഞ്ഞാൽ മാ ഖാമറൽ അഖൽ, all that can conceal the cognitive skills of humans. മനുഷ്യന്റെ ബുദ്ധിപരമായ കഴിവുകളെ ഏതിനൊക്കെ മറച്ചു വെക്കാൻ കഴിയുമോ, മനുഷ്യന്റെ ബുദ്ധിയെ തളർത്താൻ കഴിയുന്നത് അത് മാത്രമോ. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ കുല്ലി ഖംറിൻ വ മുഫത്തിരിൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, സ്വഹാബിമാർ ഉദ്ധരിക്കുന്നു, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണത്രേ. പുണ്യനബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞു, വ അൻ കുല്ലി മുഫത്തിരിൻ. മുഫത്തിർ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന് മയക്കമുണ്ടാക്കുന്നത്. അത് കഫ് സിറപ്പ് കുടിച്ചാൽ ചിലപ്പോൾ വരും. ചുമയുടെ അസുഖമില്ലാത്ത ഒരുത്തൻ കഫ് സിറപ്പ് കുറെ വാങ്ങി കുടിച്ചു, അത് മുഫത്തിറാണ്. ഡ്രഗിന് അഡിക്റ്റ് ആകുന്ന ആളുകൾ അത് വാങ്ങിച്ചു കുടിക്കാറുണ്ട്, ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. അത് ലഹരിയുടെ കൂടെ തന്നെയാണ് ഇവിടെ ഞങ്ങൾ കാണുന്നത്. മുഫത്തിർ എന്താ? മുഫത്തിർ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മടിയനാക്കി മാറ്റുന്നത്. നോക്കണം, മനുഷ്യനെ ലേസി, ഉന്മേഷമില്ലാതെ ഒരു പണിക്കും പോവാണ്ട് അവിടെ കുത്തിയിരിക്കുന്ന വിധം മനുഷ്യനിലെ എനർജിയെ ഇല്ലായ്മ ചെയ്യുന്ന വസ്തുക്കളെല്ലാം പുണ്യനബി നിരോധിച്ചു. അതാണ് ലോകത്തിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാറ്റുചാരായത്തെ കുറിച്ച് മാത്രമല്ല ഇസ്ലാം ചർച്ച ചെയ്തത്. എന്തൊക്കെ മനുഷ്യനെ ഇനാക്റ്റീവ് ആക്കുന്നുണ്ടോ, മനഃപൂർവം അത്തരം പാനീയങ്ങളോ ഭക്ഷണങ്ങളോ, അത് എന്ത് കോലത്തിലാവട്ടെ, അത് ഇഞ്ചക്ഷൻ ആവട്ടെ, അത് സിറപ്പുകളാവട്ടെ, ലിക്വിഡ് ആവട്ടെ, അത് പൗഡർ ആവട്ടെ, എന്ത് നിറമാവട്ടെ, അതൊന്നും വിഷയമല്ല. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ വലിയൊരു അനുഗ്രഹമാണ് നിങ്ങളുടെ ബുദ്ധി എന്ന് പറയുന്നത്. ബുദ്ധി ചെറുതാണോ? ആ ബുദ്ധിയെ മറച്ചു വെച്ചാൽ പിന്നെ മനുഷ്യൻ മൃഗം തമ്മിൽ എന്താ വ്യത്യാസം? ഇതല്ലേ ലഹരി കൊണ്ട് ആളുകൾ ഉദ്ദേശിക്കുന്നത്. ഇത് മനുഷ്യർക്കിടയിൽ, മക്കൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യുന്ന കച്ചവട താൽപരക്കാർ, അവർക്കറിയുമോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാസ്റ്റർ മൈൻഡ് കേവലം പൈസ മാത്രമല്ല, കാശുണ്ടാക്കാൻ മാത്രമല്ല. ഇത് മനുഷ്യനെ ഇതിന് അഡിക്റ്റാക്കി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അവനെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാൻ പറ്റും. അവന് പിന്നെ മതം വേണ്ടെന്ന് പറയും. ഈ ലഹരിക്ക് കയറുന്നവരാ പിന്നെ അങ്ങനെ പോവാ. ഞാൻ എക്സ് മുസ്ലിം ആയിരുന്നു, ഇപ്പൊ അല്ല എന്ന് പറയാം. മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ എന്തിനാ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിലാ മുസ്ലിം ഒഴിവായിക്കൂടെ? ഞാൻ വെറും എക്സ് എന്ന് പറഞ്ഞാൽ പോരാ. എനിക്ക് തോന്നാറുണ്ട് എന്തിനാ പിന്നെ പേരും കൊണ്ടുനടക്കുന്നത്. ലഹരി കയറുമ്പോൾ ഇതിന് ലൈസൻസ് കിട്ടുന്ന എല്ലാം അവർ ചേർത്ത് പിടിക്കും. അതിനെ എതിർക്കുന്നതിനെ എല്ലാം അവർ ഇതിനെ ഇങ്ങനെ എതിർക്കുന്ന ലോകത്തെ വിശുദ്ധ മതങ്ങളിൽ ഇസ്ലാം മാത്രമല്ല ഇങ്ങനെ എതിർക്കുന്നുള്ളൂ. ലഹരി ഇസ്ലാം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ലഹരി എതിർക്കുന്നത്. മറ്റു സെമിറ്റിക് മതങ്ങളിൽ അത് ഹറാമാണ്, പക്ഷേ പ്രാവർത്തികമായി നോക്കുമ്പോൾ അത് കാണുന്നില്ല. മുസ്ലിമീങ്ങൾ പേരുള്ളവർ ചെയ്യുന്നുണ്ടോ ഇല്ലേന്നല്ല, ഇസ്ലാമിന്റെ പ്രമാണം അതനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമിനും ഒരു ലഹരിയും ഉപയോഗിക്കാൻ പറ്റില്ല, പാടില്ല. അത്
എന്തുകൊണ്ട്? മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ബുദ്ധിയാണ്. ആ ബുദ്ധിയെ മറച്ചു വെക്കുന്നതെല്ലാം ഹറാമാണ്. നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്ന് ലോകത്തിന്റെ ഗുരു നമ്മളോട് പറഞ്ഞതാണ്. അല്ലാഹുവിനെ പടച്ചവൻ പറഞ്ഞത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു റബ്ബേ. അവിടെ അവസാനിച്ച ഒരു മുസ്ലിമിന്റേത്. നമ്മൾ ഈ പറയുമ്പോഴേ മദ്യപിച്ച് യുദ്ധങ്ങൾ ചെയ്ത ആളുകൾ, ഇംറുൽ ഖൈസ് എന്ന് പറഞ്ഞ കവിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അയാളുടെ വാപ്പയെ ഒരു മനുഷ്യൻ കൊന്നു. ആ കൊലയാളിയെ തിരിച്ചു കൊല്ലണം. അദ്ദേഹം അന്ന് പൂജകൾ ചെയ്തിരുന്ന കാലം, ബഹുദൈവാരാധന ചെയ്തിരുന്ന കാലം. അന്ന് അമ്പലത്തിൽ അസ്ലാമുകളുണ്ട്. അസ്ലാം എന്ന് പറഞ്ഞാൽ ശകുനം നോക്കുന്ന അമ്പുകളാണ്. 3 അമ്പുകൾ കാണും. ആ അമ്പിൽ ഒന്നിൽ ഇഫ്ആൽ ചെയ്തോ, എന്റെ വാപ്പാനെ കൊന്നാളെ തിരിച്ചു കൊല്ലണോ, പോയി കൊല്ല്, ഒന്നതായിരിക്കും ഇഫ്ആൽ. മറ്റൊന്ന് ലാ തഫ്അൽ, ചെയ്യരുത്. മറ്റൊന്ന് ഒന്നും ഉണ്ടാവില്ല, വേണോ വേണ്ടോ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ. ഇംറുൽ ഖൈസ് എന്ന് പോയത് മദ്യപിച്ചിട്ടാണ്. വാപ്പാനെ കൊന്നാളെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് മൂപ്പര് വെള്ളടിച്ചിട്ടാ പോകുന്നത്. എന്നിട്ട് അദ്ദേഹം കഅബാലയത്തിന്റെ ഉള്ളിൽ കയറി. അന്നവിടെ വിഗ്രഹങ്ങളുണ്ട്. അമ്പെടുത്തു നോക്കുമ്പോ ലാ തഫ്അൽ, എന്റെ വാപ്പാനെ കൊന്നാളെ കൊല്ലാൻ പറ്റില്ല. ആ അമ്പ് കിട്ടും വളച്ചു പിടിച്ചിട്ട് അയാൾ ചോദിച്ചു, എന്റെ വിഗ്രഹമേ, നിന്റെ വാപ്പയാണ് ഇവിടെ കൊല്ലപ്പെട്ടതെങ്കിൽ നീ ഇത് പറയുമെന്ന് ചോദിച്ചു. എന്നിട്ട് പോയി കൊന്നു. ആരാധന പോലും അവരുടെ അന്നത്തെ വികലമായ വിശ്വാസങ്ങൾ പോലും മദ്യത്തിന്റെ ലഹരിയിൽ ഒലിച്ചുപോയി. മനുഷ്യന്റെ ബുദ്ധി, ഇത് മനുഷ്യൻ ലഭിച്ച അത്ഭുതങ്ങളിൽ വലിയൊരു അത്ഭുതമാണ്. അല്ലാഹുവിന്റെ ഖസ്മത്തുകളിൽ പടച്ചവൻ ഓഹരി വെച്ചു കൊടുത്തതിൽ ഓരോരുത്തർക്കും കിട്ടിയ പടച്ചതമ്പുരാന്റെ നീതിയുടെ വലിയൊരു അടയാളമാണ് മനുഷ്യന്റെ ബുദ്ധി, അഖൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة. قل هو الذي أنشأكم. പറഞ്ഞു കൊടുക്കണം നബിയേ, അവനാണ്, അല്ലാഹുവാണ് നിങ്ങളെ പടച്ചത്. നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് കിട്ടിയതാ, നിങ്ങൾ ഉണ്ടാക്കിയതല്ല. അതുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിന്റെ ഓണർഷിപ്പ് ആർക്കാണ്? ഒരു RC ഓണർ ഉണ്ടാവുമല്ലോ വണ്ടിക്ക്. ഇവിടെ ബോഡിയുടെ RC ഓണർ ആരാ? അത് പടച്ചവനാണെന്നാണ് ഗർഭശാസ്ത്രം പറയാം. എന്തുകൊണ്ട്? ഇത് ബോഡി നമുക്ക് നൽകപ്പെട്ടതാണ്. നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നതല്ല, നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല. പിന്നെയോ അത് നമുക്ക് നൽകപ്പെട്ടതാണ്. നമ്മൾ പറയാം, ആരാത് ഉണ്ടാക്കിയത്? ആലോചിച്ചോളൂ, ആരുണ്ടാക്കിയത് ആലോചിച്ചോളൂ. എന്നിട്ട് പടച്ചവൻ കൺക്ലൂഡ് ചെയ്യാൻ, പറയണം നബിയെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കും നബിയെ. പ്രവാചകരെ ചിന്തിപ്പിക്കാൻ, മനുഷ്യരോട് ചിന്തിക്കാൻ പറയണം. അതിനിടയ്ക്ക് അല്ലാഹു ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ മനോഹരമാണ്. ഖുർആൻ വേണമെങ്കിൽ 2 പേജിൽ ഒതുക്കാമായിരുന്നു എന്ന് ആലിമീങ്ങൾ പറയും. വേണമെങ്കിൽ 5 വക്ത് നിസ്കരിക്കേണ്ട കാര്യവും അത്യാവശ്യ നിയമങ്ങളും എന്റെ റസൂല് പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ മതി. 1 പേജ് കൊണ്ടോ 2 പേജ് കൊണ്ടോ ഖുർആൻ ഒരുപക്ഷെ മതിയാകുമായിരുന്നു. വൽ അസ്ർ സൂറത്ത് മദീന പറയാം. ഖുർആനിൽ വേറൊന്നുമില്ലെങ്കിലും വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ മതിയാകുമായിരുന്നു. 6236 ആയത്തുകൾ, 1500-600 പേജുകൾ. എന്താ ഖുർആൻ ചർച്ച ചെയ്തത്? മനുഷ്യന്റെ ബുദ്ധിയോട് സംവദിക്കല്ലേ? മനുഷ്യന്റെ ബുദ്ധിയോട് ഖുർആൻ സംവദിക്കുകയാണ്. ബുദ്ധിയോടാണ് സംസാരിക്കുന്നത്. ഖുർആനിന് ഓഡിയൻസ് വേണം, അത് മനുഷ്യനാണ്. മനുഷ്യനാകുന്നത് അവന്റെ ബുദ്ധി കൊണ്ടാണ്. ആ ബുദ്ധിയെ ലഹരി അടിച്ചിട്ട് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആരോടാ പ്രവാചകന്മാർ സംവദിക്കേണ്ടത്? ആരോടാ വിശുദ്ധ ഗ്രന്ഥം സംവദിക്കേണ്ടത്? അല്ലാഹു തആല ചോദിച്ചു, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ. ആരുണ്ടാക്കിയെന്നാണ് ഇന്നത്തെ വലിയ ചർച്ചപദാണല്ലോ. യുക്തിവാദികളുടെ ഉത്തരം കിട്ടാത്ത ചോദ്യപദ. ആരാതൊക്കെ ഉണ്ടാക്കിയത്? ഒരുപോലെ ആരുമല്ല. ഖുർആൻ ചോദിച്ചു, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. നോക്കണേ,
അല്ലാഹു ഖാലിഖാൻ പടച്ചവനാണ് സൃഷ്ടിച്ചത് എന്ന് റബ്ബ് തആലയ്ക്ക് ഇംപറേറ്റീവായിട്ട് ആമിറായിട്ട് അംർ എന്ന ആ ഒരു സ്വരത്തിൽ കൽപ്പനാ സ്വരത്തിൽ അല്ലാഹുവിന് പറയാം ഞാനാ പടച്ചതിന് മിണ്ടണ്ട ചർച്ചയില്ല. പക്ഷേ ഖുർആൻ മനുഷ്യബുദ്ധിയോട് ചർച്ച ചെയ്തു. അതാണ് അത്ഭുതം. 6000-ലേറെ ആയത്തുകൾ വന്നില്ലേ ഖുർആനിൽ. അല്ലാഹുവിന്റെ ചർച്ച ആ ഒരു ഖാലിഖാൻ അല്ലാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. തീർന്നു. ഖുർആൻ നൽകുകയാണ് പ്രവാചകർക്ക്. ആദ്യത്തെ ചർച്ച തന്നെ സൃഷ്ടിപ്പ് നടത്തിയത് അവനാണ്. ആ റബ്ബിന്റെ വചനങ്ങളാണ് കേൾക്കുന്നത്. എന്നിട്ടും ഖുർആൻ ചോദിക്കാൻ അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ, ആരും ഉണ്ടാക്കാതെ ഇവരങ്ങോട്ട് ഉണ്ടായതാണോ? യുക്തിവാദികൾ പറയുന്ന വാദം ഖുർആൻ ചോദിക്കാൻ ആലോചിച്ചോളൂ, നിങ്ങൾ വെറുതെ ഉണ്ടായതാണ്? അതല്ല, ഹുമുൽ ഖാലിഖൂൻ, are they themselves who created them? നിങ്ങൾ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കിയത്? അങ്ങനെ പറഞ്ഞില്ല. നിങ്ങൾ ആരും ഒരു ശക്തിയും ഒരു കാരണവുമില്ലാതെ നിങ്ങൾ അങ്ങോട്ട് ഉണ്ടായതാണോ? അതല്ല, നിങ്ങൾ തന്നെ പഠിച്ചതാണോ? അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളെ പഠിച്ചതല്ലല്ലോ. നമ്മൾ കുട്ടിയായിട്ടല്ലേ വലുതായി വരുന്നത്. പിന്നെ ആരും ഒന്നുമില്ലാതെ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ മനുഷ്യന്റെ DNA എന്ന് പറയുന്ന സാധനം, എന്റെ വിഷയം അതല്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. DNA എന്ന് പറയുന്നത് മക്തൂബാത്തുകളാണ്. ഒരു നുത്ഫത്തിൽ കിടക്കുന്ന DNAകളാണ് ആ നുത്ഫ ആരായി തീരണം എന്ന് നിയന്ത്രിക്കുന്നത്. ആ നുത്ഫയിൽ കിടക്കുന്ന DNAയിലുണ്ട് പിതാവിന്റെ പല്ലിന്റെ രൂപം, പിതാവിന്റെ മൂക്ക്, കണ്ണ്, മുടിയുടെ ചുരുള് വരെ ആ DNA ഉള്ളിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് അഖിലില്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. സയന്റിസ്റ്റുകൾ മുട്ടുമടക്കിയിരിക്കുകയാണ്. This information can come from nothing but from an intelligent source. അത്രക്ക് ബുദ്ധിമാനായ ഒരാൾക്ക് മാത്രമേ ഈ ഇൻഫർമേഷൻ, ഈ കോഡിംഗ് ഈ DNA ഉള്ളിൽ വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് അല്ലാഹു തഖ്ദീർ ചെയ്തത്. ആ വാക്ക് വലിയ അത്ഭുതമുള്ള വാക്കാണ്. എന്താ ഖദ്ദറ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങൾ തഫ്സീറിൽ കാണാൻ പറ്റും. അതിൽ മറ്റൊരർത്ഥം കൃത്യമായും അതിസൂക്ഷ്മമായും അല്ലാഹു ഉണ്ടാക്കി വെച്ച ഒരു നുത്ഫയാണ്. അതിൽ നിന്നല്ലേ നിങ്ങൾ ഉണ്ടായത്. അതിലാണ് DNA കിടക്കുന്നത്. DNAയുടെ ചുരുളറിയാത്ത മനുഷ്യൻ ഇന്നും ധരിച്ചു പോകുന്ന ഇൻഫർമേഷൻ ബോംബാർഡ്മെന്റ് എങ്ങനെയാണ് അത്രയും വലിയ ഹ്യൂമൻ ഡീറ്റെയിൽസ് അതിൻ്റെ ഉള്ളിൽ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആർക്കും അറിയില്ല. ഇത് മനുഷ്യന് ചെയ്യാൻ പറ്റുമോ? കഴിയില്ല. വെറുതെ ഉണ്ടാവോ? അതുമില്ല. അല്ലാഹു തആല പറയുന്നു, ഇനി പറഞ്ഞു കൊടുക്കുന്നു, വല്ലദീ അൻശഅകും, ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളെ ഉണ്മയിലേക്ക്, ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് അവനാണ്, അല്ലാഹുവാണ്. അത് ചിന്തിക്കാൻ വിട്ടുകൊടുത്തു. നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ? നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. ആലോചിച്ചോളൂ. അതൊക്കെ കഴിഞ്ഞു വന്ന സൂറത്തുൽ മുൽക്കിലെത്തുമ്പോൾ അല്ലാഹു ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. നിങ്ങൾക്ക് വിജ്ഞാനം നുകരാൻ ആവശ്യമായ രണ്ട് പ്രധാനപ്പെട്ട സോഴ്സുകൾ, ആലത്തുകൾ അല്ലാഹു നൽകി. അന്ന് മനുഷ്യന്റെ ചെവിയാണ്. കണ്ണ് കാണാത്തവരും കണ്ണ് കാണാത്ത ആലിമീങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പണ്ഡിതന്മാർ. ഹെലൻ കെല്ലറെ കുറിച്ച് നമ്മൾ പറയും. എത്രയോ ആലിമീങ്ങൾ കണ്ണ് കാണാത്ത അന്ധന്മാരായിരുന്നു. എന്തേ? ചെവി മതി. നിങ്ങൾക്ക് കാഴ്ചകൾ നൽകുന്നതും അല്ലാഹുവാണ്. കഴിഞ്ഞില്ല. പിന്നെയോ? കേട്ടു, കണ്ടു. ഇനി എന്ത് ചെയ്യണം? ആ ഇൻഫോർമേഷൻ പ്രോസസ് ചെയ്യണം. അതിനെന്ത് വേണം? ബ്രെയിൻ വേണം. നിങ്ങൾക്ക് ചിന്തിക്കാൻ ആവശ്യമായ ബുദ്ധിയും നൽകിയത് അല്ലാഹുവാണ്. മനുഷ്യന്റെ ബ്രെയിൻ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ലീസ്റ്റ് സ്റ്റഡീഡ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ഈസ് ദ ബ്രെയിൻ. നമുക്ക് ഹാർട്ടിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നത് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാൻ പറ്റും. കിഡ്നിയെ കുറിച്ച് പഠിക്കാം, ലിവറിനെ കുറിച്ച്, പാൻക്രിയാസിനെ കുറിച്ച്, ഇൻറ്റെസ്റ്റൈൻ, മനുഷ്യന്റെ ബ്ലാഡർ, ഇതൊക്കെ
പഠിക്കാൻ പറ്റും. മനുഷ്യന് കുറച്ചു മാത്രം പഠിക്കാൻ പറ്റിയ സാധനം മനുഷ്യന്റെ ബ്രെയിനാണ്. എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യന്റെ ബ്രെയിൻ മരിക്കാതെ നിലനിർത്തിയിട്ട് അതിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നില്ല. മനുഷ്യൻ മരിച്ചാൽ പിന്നെ തലച്ചോറിട്ട് പഠിക്കാം. പക്ഷെ മനുഷ്യൻ മരിക്കാതെ ജീവനുള്ള ഒരു മനുഷ്യന്റെ ബ്രെയിനിനെ നിലനിർത്തിയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. മനുഷ്യൻ മരിച്ചു, ഹൈലി റിസ്കിംഗ് ആണത്. അതുകൊണ്ട് മനുഷ്യന് കുറച്ചു മാത്രം ഇൻഫർമേഷനെ ബ്രെയിനിനെ കുറിച്ചുള്ളൂ. ആ ഉള്ളത് നമുക്ക് തോന്നും ഭയങ്കര ഇൻഫർമേഷൻ ആണ്. തീർച്ചയായും സൃഷ്ടാവിന്റെ പടച്ചതമ്പുരാനായ അള്ളാഹുവിന്റെ ബെഞ്ച് മാർക്കുകളാണ്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലയോ? നിങ്ങളുടെ കണ്ണ്, നമ്മൾ റോബോട്ട് കാണുമ്പോൾ അത്ഭുതപ്പെടും. നമ്മള് ഒരു ഫേക്ക് ആയിട്ടുള്ള മനുഷ്യർക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഫേക്ക് കണ്ണുകള് നമ്മൾ അത്ഭുതപ്പെടും അല്ലേ? പക്ഷേ ഈ രക്തധമനികളെ കൊണ്ട്, ശ്വാസകോശങ്ങളെ കൊണ്ട്, ടിഷ്യൂസിനെ കൊണ്ട്, നെർവുകളെ കൊണ്ട് പടച്ചവനുണ്ടാക്കിയ കണ്ണ് എത്ര വലിയ അത്ഭുതമാണ്. എന്തിനാ തന്നറിയോ? കണ്ടു പഠിക്കാൻ. എന്തിനാ ചെവി? കേട്ട് പഠിക്കാൻ. എന്നിട്ട് അതിനെ പ്രോസസ് ചെയ്യണം. അപ്പോഴാണ് ഇൻഫോർമേഷൻ ഉണ്ടാവുക. അതിനല്ലാഹു അതിന്റെ മീതെ അക്കലും തന്നു, ബുദ്ധിയും തന്നു. അവിടെ നിസ്കരിക്കുമ്പോൾ നമ്മോട് നിൽക്കാൻ പറഞ്ഞു. നിസ്കരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ മീതയാണ്. നിസ്കരിക്കുമ്പോൾ ചൊല്ലുന്നത്, നിൽക്കുമ്പോൾ ചൊല്ലുന്നത് മുഴുവൻ നിർബന്ധമായത് മുഴുവൻ ഖുർആനാണ്, ഫാത്തിഹ. പിന്നെ സൂറത്ത് സുന്നത്താണ്. പക്ഷെ ഫാത്തിഹ നിർബന്ധമാണ്. ഫാത്തിഹ ആണെങ്കിലോ ഉമ്മുൽ കിതാബ്, ഖുർആനിന്റെ ഉമ്മയാണ്. ആ ഫാത്തിഹ നിൽപ്പിൽ, ഒരു ഖിയാമിൽ ഒരു നിസ്കരിക്കുന്ന മനുഷ്യന് ഓതിയില്ലെങ്കിൽ അവന് നിസ്കാരമില്ല. നിൽക്കുമ്പോൾ ഓതുന്നത് ഫാത്തിഹയാണ്, നിർബന്ധമായ. ആലോചിക്കണം. എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യന്റെ ബ്രെയിൻ ആകാശ ലോകത്തുമായി കണക്ട് ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു മുഹൂർത്തമാണത്. നിൽക്കുകയാണ് ഇവിടെ. മേലെ എന്ന് പറയുന്നത് ഉന്നതങ്ങളെ സൂചിപ്പിക്കാനാണ്, അല്ലേ? അള്ളാഹു ആകാശത്താണ് എന്ന വിശ്വാസം അശ്അരി മതുരിദി മദ്ഹബുകളിൽ ഇല്ല. പടച്ചതമ്പുരാൻ ഫിൽ ഉലുവി, അള്ളാഹു ഉന്നതങ്ങളിലാണ്. ആ പടച്ചതമ്പുരാനുമായി മനുഷ്യന്റെ ബ്രെയിനിനെ കണക്ട് ചെയ്യുന്നത് വിശുദ്ധ ഖുർആനാണ്. ഇരുന്നാലും കിടന്നാലും ഒക്കെ അത് തന്നെയാണ്. പക്ഷേ ഈ ഖിയാമിൽ ഒരു സിംബലിക് റെപ്രസെന്റേഷൻ ഉണ്ട്. ആ നൃത്തം എന്ന് പറയുന്നത് മനുഷ്യനെ ഖുർആൻ കൊണ്ട് ആകാശലോകവുമായി ബന്ധിപ്പിക്കുക. മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിൻ അൽ അഖൽ, ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു, അൽ അഖലു വഹ്യുൻ മിനൽ ദാഖിൽ വൽ വഹ്യു അഖലുൻ മിനൽ ഖാരിജ്. ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി തങ്ങളുടെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ്. അൽ അഖൽ, മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന വഹ്യാണ്. വഹ്യുൻ മിനൽ ദാഖിൽ, വഹി എന്ന് പറയുന്നത് ജിബ്രീൽ തങ്ങൾ കൊണ്ടുകൊടുത്ത ആ വഹി എന്ന് പറയുന്നത് അഖ്ലുൻ മിനൽ ഖാരിജ്, മനുഷ്യ ശരീരത്തിന്റെ പുറത്തു നിൽക്കുന്ന ബുദ്ധിയാണ്. The revelation is the external brain and brain is the internal revelation. ഇതൊക്കെ പറയണമെങ്കിൽ ഗസാലി ഇമാമിന്റെ ഇൽമ് എത്രയായിരിക്കും. അൽ അഖ്ലു വഹ്യുൻ മിനൽ ദാഖിൽ വൽ വഹ്യു അഖ്ലുൻ മിനൽ ഖാരിജ്. അതുകൊണ്ട് ഖുർആൻ പറയാ, ഈ ബുദ്ധിയെ കോംപ്രമൈസ് ചെയ്യുന്ന എനി സബ്സ്റ്റൻസ്, എന്ത് സാധനമാണെങ്കിലും അതിനോട് ഇസ്ലാമിനുള്ളത് യുദ്ധമാണ്. ശുദ്ധ ഇസ്ലാം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മനുഷ്യന്റെ ബുദ്ധിയെ തകരാറിലാക്കുന്ന സംവിധാനങ്ങളോട്. അത് മനുഷ്യനെ മനുഷ്യനല്ലാതെയാക്കി മാറ്റും. പിന്നെ ആരോടാണ് സംസാരിക്കേണ്ടത്? സംസാരിച്ചാൽ ഇവർക്ക് തിരിയുമോ? അതുകൊണ്ട് അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മനുഷ്യന്റെ ബുദ്ധി. അതിന് തകരാറ് വരുന്നതൊന്നും നിങ്ങൾ തൊടല്ലേ. ആദ്യന്റെ ആഹ്വാനമാണ്.